നമസ്കാരം. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് പറയാവുന്ന കരുതി കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യം തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ പരാജയം സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പരാജയം എന്ന് പറയുമ്പം പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ചില ആളുകളുടെ പരാജയം എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നിലവിലുള്ള ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിൻ്റെ പരാജയം, അതിനേക്കാളെല്ലാം ഉപരി KB ഗണേഷ് കുമാറിൻ്റെ പരാജയം, ഇതൊക്കെ വളരെ ആഗ്രഹിച്ച് പൊതുസമൂഹം വളരെ ആഗ്രഹിച്ച പരാജയങ്ങൾ തന്നെയാണ്. അനേകം പരാജയങ്ങളുണ്ടെങ്കിൽ പോലും കൂടെ ഇത്തരക്കാരുടെയൊക്കെ പരാജയങ്ങൾ. പക്ഷേ ഞങ്ങൾ ഇതൊന്നുമല്ല ഞങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ കൂടുവിട്ട് കൂടുമാറ്റം ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നമുക്കറിയാം കുറേ അധികം പേര് UDF-ലേക്ക് ചേക്കേറി. അത് വളരെ ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ UDF-ലേക്ക് വന്നിരിക്കുന്നത്. അത് അർഹതപ്പെട്ടവർ തന്നെയാണ് വന്നത്. ആ വന്നവരെ മിക്കവരും തന്നെ വിജയിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച, അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച CPM-ൽ നിന്ന് വന്ന G. സുധാകരൻ, അതുപോലെ തന്നെ പയ്യന്നൂർ മത്സരിച്ച V. കുഞ്ഞികൃഷ്ണൻ, അതുപോലെ തന്നെ തളിപ്പം പറമ്പിൽ നിന്നും മത്സരിച്ച TK ഗോവിന്ദൻ മാസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ വളരെ അത്യാവശ്യമായിട്ട് തന്നെ അവരുടെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ലേക്ക് വന്ന് അവർ വിജയിക്കേണ്ടവർ തന്നെയായിരുന്നു, വിജയിക്കുകയും ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ കൂട് വിട്ട് കൂട് മാറിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് നിന്നും മത്സരിച്ച് തോറ്റ PK ശശിയാണ്. കാരണം അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഏറ്റവും കരുത്തനായിട്ടുണ്ടായിരുന്ന ഒരു CPM പ്രവർത്തകനായിരുന്നു. മുൻ ഷൊർണൂർ MLA ആയിരുന്നു. അതുപോലെ തന്നെ CPM-ൻ്റെ മുൻ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഏറ്റവും അവസാനം UDF-ലേക്ക് ചേക്കേറുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും അദ്ദേഹം KTDCയുടെ ചെയർമാനായിരുന്നു. ഇലക്ഷൻ അടുത്തു വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ആ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം UDF-ലേക്ക് ചേക്കേറുന്നതായിട്ടുള്ളൊരു സൂചന ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ അത്തരം ആ വിവരം, അതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം വളരെ പരിശോധിച്ച് വിശദമായിട്ടൊരു വീഡിയോ അപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തിരുന്നു, കൂടുവിട്ട് കൂടുമാറ്റത്തെ പറഞ്ഞുകൊണ്ട്. കാരണം മറ്റ് നേതാക്കന്മാർ വന്ന പോലെ ആയിരുന്നില്ല. ഈ PK ശശിയുടെ ആ ഒരു വരവെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അവസരവാദിയുടെ ഒരു കൂടുമാറ്റം തന്നെയാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു. അത് തന്നെ ഫലത്തിലും വന്നു. ഇത്രയും UDF-ൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും കൂടെ ഈ പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച PK ശശിക്ക് 26,777 വോട്ടിലാണ് PK ശശി പരാജയപ്പെട്ടത്. അവിടെയാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികളൊക്കെ വളരെ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിനാണ് ഈ പ്രാവശ്യം പൊതുവെ ജയിച്ചു വന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് ആകെ 35 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതിനകത്ത് നിന്ന് 26 സീറ്റാണ് CPM-ന് ആകെ കിട്ടിയിരിക്കുന്നത്. ആ CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി K. പ്രേംകുമാർ, അദ്ദേഹമാണ് PK ശശിയെ തോൽപ്പിച്ചിരിക്കുന്നത്. അതായത് 26,777 വോട്ടിന് PK ശശിയെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ തോൽപ്പിച്ചു. അത് വളരെ ശ്ലാഘനീയമായൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PK ശശിയെ ഒരു കാരണവശാലും ആ ഒരു സാഹചര്യത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തുടക്കം മുതലേ തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. PK ശശിയെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു രാഹുൽ മാക്കൂട്ടത്തിന് ഈ അനാവശ്യമായ പെണ്ണ് വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വം ബാക്കി എല്ലാവരും കൂടി അദ്ദേഹത്തെ വളരെയധികം ഉപദ്രവിച്ചിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ട്, ഈ കേസുപരമായിട്ട്. പക്ഷേ എങ്കിൽ പോലും കൂടെ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഉന്നത നേതൃത്വം രാഹുൽ മാക്കൂട്ടത്തെ അനാവശ്യമായിട്ട് ആ കേസിനകത്ത് തടഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞ് പ്രതിരോധിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാന പ്രതിയോഗിയായിരുന്നു ഈ PK ശശി. കാരണം CPM-ൽ 1 ഡസനോളം വരുന്ന പെൺ വിഷയത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു PK ശശി. ആ PK ശശിയെ തന്നെ ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ VD സതീശനും നേതൃത്വം കൂടെ കൂടി PK ശശിയെ തോളോട് തോൾ കൈ ചേർന്ന് ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF-ലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും കാലം
കോൺഗ്രസ്സുകാർ പോലും കൂടെ ഏറ്റവും വൃത്തികെട്ട പെൺവേട്ടക്കാരൻ എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന PK ശശിയെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഈ ഒറ്റപ്പാലത്തേക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വ്യക്തിയെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു ഒട്ടും ശരിയായില്ല എന്ന് പൊതുസമൂഹം ആ കാലഘട്ടത്തിൽ തന്നെ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും വിജയിച്ചു വരുന്നപ്പോൾ പോലും കൂടെ ഈ PK ശശിക്ക് ഇത്രയും ഭയാനകമായ രീതിയിലുള്ള ഒരു തോൽവി. കാരണം ഒറ്റപ്പാലത്ത് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രേംകുമാറിന് 75,362 വോട്ട് ലഭിച്ചപ്പോൾ PK ശശിക്ക് കിട്ടിയത് 48,585 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 26,777 വോട്ടിന് PK ശശിയെ അവിടെ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുത്തി. അപ്പോൾ ഈ PK ശശിയെ അവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ VD സതീശനാണ്. നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയം എന്ന് പറയുന്നത് ആ കേസൊക്കെ ശരിക്കും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. കാരണം കോടതികൾ പോലും അതിനകത്തുനിന്ന് കഴമ്പില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാളും കേമനാണ് PK ശശി എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിൽ VD സതീശനും കൂട്ടരും ചെയ്ത ആ ഒരു നികൃഷ്ടമായ ഒരു പ്രവൃത്തി, ഇത്രയും ഉന്നതമായ വിജയം UDF എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ ഒരു പ്രവൃത്തിയെ UDF പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ അവസാന ലാപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പണിയെടുത്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വ്യക്തികൾ പറയും അത് മറ്റെല്ലാ വ്യക്തികളെക്കാളുപരി രാഹുൽ മാക്കൂട്ടമാണെന്ന് പറയും. കാരണം മറ്റുള്ള എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അരയും തലയും മുറുക്കി രാവും പകലും ഇല്ലാതെ വേർത്ത് കുളിച്ച് നല്ല കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടം കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും കൂടെ സോഷ്യൽ മീഡിയ വഴിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം വളരെ വളരെ മുൻപന്തിയിലായിരുന്നു. അവിടെയാണ് എടുത്ത് കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പം മറ്റുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സോഷ്യൽ മീഡിയ വഴിയുള്ള പോസ്റ്റ് ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അവിടെ നിന്ന് എടുത്ത് കാണേണ്ടതാണ്. ഇലക്ഷന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ തുടങ്ങും എന്നുള്ളൊരു കാലഘട്ടത്തിലെല്ലാം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ PR വർക്കിലാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ PR വർക്കിലാണെങ്കിലും മറ്റ് പല നേതാക്കന്മാരുടെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ വഴിയുള്ള പോസ്റ്റുകളും മറ്റും കാര്യങ്ങളും വളരെ അധികമുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാക്കൂട്ടം ഈ ഇലക്ഷൻ നല്ല ചൂട് പിടിച്ചു വരുന്ന അവസാന ലാപ്പ് വന്നപ്പോഴത്തേക്കും രാഹുൽ മാക്കൂട്ടം ഓരോ പോസ്റ്റ് ഇടാൻ തുടങ്ങിയതോടുകൂടി സോഷ്യൽ മീഡിയ വഴി അതിനിശീതമായിട്ട് ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പിണറായിസ്റ്റുകൾക്കെതിരെ അതിനിശീതമായി വിമർശിച്ചുകൊണ്ടുള്ള ഓരോ പോസ്റ്റ് എടുപ്പോഴത്തേക്കും അതിൻ്റെ ഒരു 10-1 പോലും മറ്റുള്ളവരുടെ പോസ്റ്റുകൾക്ക് പ്രാധാന്യം വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അതിൽ നിന്നും പിന്മാറി. മുഖ്യമന്ത്രി പിന്മാറി, പ്രതിപക്ഷ നേതാവും പിന്മാറി, മറ്റുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കന്മാരും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം അങ്ങോട്ട് പിന്മാറി. കാരണം അവർക്കറിയാം അവർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 7 അയൽപക്കത്ത് പോലും എത്തില്ല എന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ. കാരണം രാഹുൽ മാക്കൂട്ടം ഇടുന്ന ചില പോസ്റ്റുകൾക്ക് ഒരു പോസ്റ്റിനൊക്കെ 4 മില്യൺ വ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ കണക്കൂട്ടി നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഏറ്റവും കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നത് 17-ൽ 1 അംശത്തിലാണ് മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ വ്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ശക്തമായിട്ട് ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ഇടപെടൽ. അതുകൊണ്ട് തന്നെയാണ് ഈ UDFന് ഇത്ര ഉന്നത വിജയം കിട്ടിയത്. രാഹുൽ മാക്കൂട്ടത്തിനെ ഈ ടീമിൽ നിലനിർത്തിക്കൊണ്ട് ഈ ഇലക്ഷനെ നേരിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കണക്കും പ്രകാരം ഏകദേശം ഒരു 120-125 സീറ്റ് വരെയും UDFന് ലഭിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ CPMന് ലഭിച്ചിരിക്കുന്ന ഈ 35 സീറ്റിന് പകരം ഒരു 10-15 സീറ്റിൽ LDF ഒതുങ്ങിപ്പോകുമായിരുന്നു. ആ അവസ്ഥയിലേക്ക് എത്തിയേനെ. അത്ര അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാക്കൂട്ടം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ പെണ്ണ് വിഷയം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള ഇടപെടൽ ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഷാഫി പറമ്പിൽ ഒക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു രാഹുൽ മാക്കൂട്ടം.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ മാക്കൂട്ടത്തെക്കാളും കേമനാണ് PK ശശി എന്ന് VD സതീശനും കൂട്ടരും പറഞ്ഞു വെക്കുക മാത്രമല്ല, അവരത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുസമൂഹം അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് PK ശശിയുടെ ഈ വമ്പൻ തോൽവി. ഇത് കാര്യമായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. നന്ദി.